ഡൽഹിയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടാണ് ജനങ്ങൾ ബിജെപിക്ക് വിജയം സമ്മാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ പുതിയ നവോത്ഥാന വോട്ടിംഗ് ഉണ്ടാകുമെന്നും ഡൽഹിയിലെ വിജയം അതിന് വലിയ പങ്ക് വഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൺപാത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ തൃശൂരിലെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റൂട്ടിലോടുന്ന രാമപ്രിയ ബസ്സിലെ ഡ്രൈവറായ ഷൈനും കണ്ടക്ടറായ മകൾ അനന്തലക്ഷ്മിക്കുമൊപ്പം ബസ് യാത്ര. അച്ഛനും മകൾക്കും കേന്ദ്രമന്ത്രിയുടെ ആദരം. ശേഷം കോട്ടപ്പുറം പള്ളിയിലേക്ക്. ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 40 പേർക്ക് നിർമ്മിച്ചു നൽകിയ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. പിന്നീട് അരിമ്പൂർ, പാവറട്ടി, ചിറ്റാറ്റുകര എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. തുടർന്ന് വേലൂർ, കിരാലൂർ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ ബിജെപിയുടെ തിളക്കമാർന്ന വിജയത്തിൽ തൃശൂർ റൗണ്ടിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ മധുരവിതരണം നടത്തി. ശേഷം ബിജെപി പ്രവർത്തകർ റൗണ്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. അതിൽ മലയാളികളും ഡൽഹിയിൽ സൗത്ത് ഇന്ത്യൻ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. നമുക്കാരെയും പാഠമൊന്നും പഠിപ്പിക്കണ്ട. ജനങ്ങൾ ശരിക്കും ഇതൊരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് ജനം ഒരു പാഠം പഠിച്ചാൽ മതി. ജനത്തിന് അതിനുള്ള സൂചന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. പുതിയ നവോത്ഥാന വോട്ടിംഗ് ചിന്തകൾ ഉണ്ടാവുന്നതിലേക്ക് വഴി തെളിയിക്കും. നൂറുകണക്കിന് പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. ജനം, തൃശൂർ.